ബിഗ് ടി വി ഓഫർ ചെയ്ത എമൗണ്ട് കേട്ടാൽ സുജയുടെ നിങ്ങൾ ഞെട്ടും ഒരു മാസത്തിൽ എന്ന് പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ ന്യൂസ് ചാനലുകൾ അത് വാർത്തയാക്കിയിരുന്നു ആ പ്രതിഫലം പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പ്രതിഫലത്തെക്കാൾ കൂടുതൽ ചെയ്യുന്ന കാര്യത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. അപ്പോൾ പ്രതിഫലം മാത്രം നോക്കി ആണെന്നുണ്ടെങ്കിൽ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന മറ്റു പല ജോലികളുമുണ്ട്, അതൊക്കെ ചെയ്യാം. പ്രതിഫലം മാത്രം നോക്കി ആയിരിക്കരുത് ഒരു ജേർണലിസ്റ്റ് പോകേണ്ടത്. എന്നാൽ ജേർണലിസ്റ്റുകൾക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ശമ്പളം കിട്ടണം. അത് എനിക്ക് മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായി എനിക്ക് ഓഫർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തുക ഒരു കാരണമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം റിപ്പോർട്ടറിലും ശമ്പളം കൂട്ടി, എല്ലാ ജേർണലിസ്റ്റുകൾക്കും ശമ്പളം കൂടി. സോ എല്ലാ ജേർണലിസ്റ്റുകളും ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ളതിലാണ് എൻ്റെ ഹാപ്പിനെസ്. അല്ലാതെ എനിക്ക് എന്ത് ഓഫർ ചെയ്തു, എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല. അനിൽ അരൂർ സർ ബിഗ് ടി വിയിൽ ബിഗ് സാലറി കൊടുത്ത് കുറേ ജേർണലിസ്റ്റുകളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കോമറ്റേറ്റേഴ്സും ഇതുവരെ ശമ്പളം കൂട്ടാത്തവർ വരെ കൂട്ടാൻ നിർബന്ധിതരായി. അപ്പോൾ ശമ്പളം കൂട്ടി തരുമോ സാറേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരോട് നിനക്ക് എത്രയാ വേണ്ടത് ഡാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിലാണ് എൻ്റെ ഹാപ്പിനെസ്. അല്ലാതെ എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിലല്ല.